السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين ونبينا محمد وعلى آله وصحبه أجمعين أما بعد. വിശുദ്ധ ഖുർആനിലെ സൂറ അൽ വാഖിയ 68 മുതൽ 70 വരെയുള്ള ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരോട് ചിന്തിക്കുവാൻ ആവശ്യപ്പെടുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. സൃഷ്ടാവിൻ്റെ മഹത്വവും കഴിവും ബോധ്യപ്പെടാവുന്ന ദൃഷ്ടാന്തങ്ങളിലൊന്നാണ് മഴ. ഖുർആൻ പല സ്ഥലത്തും മഴയെക്കുറിച്ചും ജലത്തെപ്പറ്റിയും ചിന്തിക്കാൻ നിർദ്ദേശിക്കുന്നുണ്ട്. മഴയുടെ ഭംഗിയും സൗന്ദര്യവും അനുഗ്രഹവും ആസ്വദിക്കുമ്പോഴും മറ്റെല്ലാ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെയും പോലെ മഴയും പ്രപഞ്ച സൃഷ്ടാവിനെ കണ്ടെത്തുന്നതിനുള്ള ഉപാധിയായിരിക്കണമെന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. അഫറഅയ്തുമുൽ മാഅ അല്ലദീ തശ്റബൂൻ അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്ൻ അം നഹ്നുൽ മുൻസിലൂൻ ലൗ നശാഉ ജഅൽനാഹു ഉജാജ ഫലൗലാ തഷ്കുറൂൻ. അല്ലാഹ് ചോദിക്കുകയാണ് മനുഷ്യരോട്, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? എന്തിനാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്? നിങ്ങളാണോ അത് മേഘത്തിൽ നിന്നിറക്കിയത്, അതല്ല നാമാണോ ആ വെള്ളത്തെ നിങ്ങൾക്ക് ഇറക്കി തന്നവൻ? എന്നിട്ട് അള്ളാഹു ചിന്തിക്കാൻ വേണ്ടി ഒരു കാര്യം കൂടെ മനുഷ്യരോട് പറയുന്നു. നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അത് നാം ഉപ്പുരസമുള്ള വെള്ളമാക്കുമായിരുന്നു. ഇങ്ങനെ നിങ്ങൾ ചിന്തിച്ചു നോക്കണം. എന്നിട്ടും ഫലൗലാ തഷ്കുറൂൻ, നിങ്ങൾ നന്ദി കാണിക്കാത്തത് എന്താണ് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കൂ. നിർജീവമായി കിടക്കുന്ന തരിശുഭൂമികൾക്ക് പുതുജീവൻ ലഭിക്കുന്നത് ആകാശത്ത് നിന്ന് മഴ ലഭിക്കുന്നത് കൊണ്ടാണ്. ഈർപ്പമില്ലാതെ ഉൽപാദനശേഷിയില്ലാതെ വരണ്ട് കിടക്കുന്ന ഭൂമിയിൽ മഴ പെയ്യുന്നതോടുകൂടി നനവ് തട്ടി മണ്ണ് ചീർത്ത് സസ്യലതാദികൾ മുളച്ചു പൊങ്ങുന്നു. മണ്ണിൽ കിടക്കുന്ന വിത്തുകളിൽ നിന്ന് മുളകൾ പുറത്തു വരികയും അനന്തരം അതിൽ നിന്ന് പച്ച പിടിച്ച ചെടികൾ വളരുകയും ചെയ്യുന്നു. ഈ ചെടികളിൽ നിന്ന് നമുക്ക് ഭക്ഷിക്കാനുള്ള ധാന്യം പുറത്തു വരുത്തുന്നു. ഈ മഴ മൂലം ഈന്തപ്പനയിൽ നിന്ന് അതിൻ്റെ കുലകൾ പുറത്തു വരുന്നു. മുന്തിരിത്തോട്ടങ്ങളും ഒലീവും മാതളവും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇതിൻ്റെ എല്ലാം പിന്നിൽ ഒരു സൃഷ്ടാവുണ്ടെന്ന വസ്തുത ചിന്തിക്കുന്ന മനുഷ്യർക്ക് ബോധ്യപ്പെടുന്നതാണ്. ഇവയിലടങ്ങിയ ദൃഷ്ടാന്തങ്ങളെപ്പറ്റി ചിന്തിക്കുവാനും അവയിൽ നന്ദിയുള്ളവരായിരിക്കുവാനുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മിക്കുന്നത്. നമുക്ക് ചുറ്റും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മഴയെ നോക്കി അല്ലാഹു എന്ന ഒരു സൃഷ്ടാവുണ്ട് എന്നതിലേക്ക് മനുഷ്യൻ്റെ ചിന്തയെ എത്തിക്കാൻ കഴിയുന്ന മനോഹരമായ ചോദ്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിച്ചത്. നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയിലെ മൗലിക ജീവത് ഘടകമാണ് വെള്ളം. ജീവജാലങ്ങളുടെയും സസ്യങ്ങളുടെയും നിലനിൽപ്പിനുള്ള ആവശ്യ ഘടകമാണ് ജലം. ജലത്തിൻ്റെ സാന്നിധ്യമുള്ളത് കൊണ്ടാണ് ഭൂമിയിൽ ജീവജാലങ്ങൾ നിലനിൽക്കുന്നത്. വെള്ളമില്ലെങ്കിൽ ഒരു ജീവജാലത്തിനും ഈ ഭൂമിയിൽ നിലനിൽപ്പില്ല. ഇതില്ലാത്തത് കൊണ്ട് മറ്റു ഗ്രഹങ്ങളിൽ ജീവൻ്റെ തുടിപ്പുകൾ പോലുമില്ല. അതുകൊണ്ടാണ് ജീവൻ്റെ കണിക കണ്ടെത്തുന്നതിന് മുമ്പ് ഇതര ഗ്രഹങ്ങളിൽ മനുഷ്യർ ജലാംശമുണ്ടോ എന്ന് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്, ശാസ്ത്രം ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സൃഷ്ടാവായ അള്ളാഹു അവൻ്റെ മഹത്തായ അനുഗ്രഹമായ മഴ ഭൂമിയിലേക്ക് ചൊരിഞ്ഞതുകൊണ്ടാണ് ഇവിടെ സമൃദ്ധമായി ജലമുണ്ടായത്. അതുകൊണ്ടാണ് മനുഷ്യന് കുടിവെള്ളം ലഭിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ചോദിക്കുന്നുണ്ട്, മേഘങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കാറ്റുകളെ നാം അയക്കുകയും എന്നിട്ട് ആകാശത്ത് നിന്ന് വെള്ളം ചൊരിഞ്ഞു തരികയും എന്നിട്ട് നിങ്ങൾക്കത് കുടിക്കുമാറാക്കുകയും ചെയ്തു. നിങ്ങൾക്കത് സംഭരിച്ചു വെക്കാൻ കഴിയുമായിരുന്നില്ല. ആകാശത്ത് നിന്ന് മഴവെള്ളം ഇറക്കി അതുവഴി ഉൽപാദനയോഗ്യമല്ലാതെ നിർജീവമായി കിടക്കുന്ന ഭൂമിയെ അള്ളാഹു ജീവിപ്പിക്കുന്നു.
ഭൂമിയിലേക്ക് മഴ ലഭിക്കുമ്പോൾ അത് ധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. അങ്ങനെ മനുഷ്യൻ്റെ ശാരീരികവും ഭൗതികവുമായ നിലനിൽപ്പിനും അഭിവൃദ്ധിക്കും അനിവാര്യമായ അന്നപാനാദി കാര്യങ്ങൾ അവൻ മനുഷ്യന് ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്നു. ആലോചിച്ച് നോക്കൂ പ്രിയമുള്ളവരെ, മഴ മൂലം ലഭിക്കുന്ന വെള്ളം മുഴുവനും സംഭരിച്ചു വെച്ച് കേടുപാട് കൂടാതെയും വറ്റിയോ ഒലിച്ചോ പോകാതെയും സൂക്ഷിച്ച് നിക്ഷേപിക്കുവാൻ പോലും മനുഷ്യർക്ക് സാധ്യമല്ല. ബാക്കി വരുന്ന വെള്ളം അള്ളാഹു ഭൂമിയിലെ ഉറവിടങ്ങളിൽ പ്രവേശിപ്പിക്കുന്നു. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞത്, വഅൻസൽനാ മിനസ്സമാഇ മാഅൻ ബിഖദ്രിൻ ഫഅസ്കന്നാഹു ഫിൽ അർള് ഫഇന്നാ അലാ ദഹാബിൻ ബിഹി ലഖാദിറൂൻ. ആകാശത്ത് നിന്ന് നാം ഒരു നിശ്ചിത അളവിൽ വെള്ളം ചൊരിയുകയും എന്നിട്ട് നാം അതിനെ ഭൂമിയിൽ താങ്ങി നിൽക്കുന്നതാക്കി ചെയ്തിരിക്കുകയും നിങ്ങൾക്ക് നൽകിയിരിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന്. എന്നാൽ മഴ മൂലം ലഭിക്കുന്ന വെള്ളത്തിൽ ബാക്കി വരുന്നത് അള്ളാഹുവാണ് ഭൂമിയിലെ ഉറവിടങ്ങളിൽ പ്രവേശിപ്പിക്കുന്നത്. സമുദ്രങ്ങൾ, നദികൾ, തടാകങ്ങൾ, അരുവികൾ, കിണറുകൾ, ഭൂഗർഭജലം എന്നീ നിലകളിൽ അള്ളാഹു ആ ജലത്തെ മനുഷ്യന് ലഭ്യമാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവീക അനുഗ്രഹങ്ങളോട് അതിക്രമം കാണിച്ചാൽ അത് തടഞ്ഞു വെക്കുവാനും സൃഷ്ടാവ് കഴിവുള്ളവനാണെന്നും ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമെന്നൊരു വലിയ അനുഗ്രഹത്തിന് നമ്മൾ അള്ളാഹുവോട് ശുക്ർ ചെയ്യേണ്ടതുണ്ട്. അതിനോടെങ്ങാനും നമ്മൾ മുഖം തിരിഞ്ഞ് നന്ദി കേട് കാണിച്ചാൽ അത് തടഞ്ഞു വെക്കാൻ കഴിവുള്ളവനാണ് റബ്ബ്. അതെങ്ങാനും റബ്ബ് തടഞ്ഞു വെച്ചാൽ അത് തിരിച്ചു തരാൻ ആ റബ്ബിനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല. വ ഇന്ന അലാ ദഹാബിൻ ബിഹി ലഖാദിറൂൻ. അത് വറ്റിച്ചു കളയാൻ തീർച്ചയായും നാം ശക്തനാകുന്നു എന്ന ഓർമ്മപ്പെടുത്തലും അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അള്ളാഹുവിൻ്റെ അനുഗ്രഹമായ മഴയെ പിടിച്ചു വെച്ചാൽ അത് നൽകാൻ ഒരാൾക്കും സാധ്യമല്ലല്ലോ. ആധുനിക ശാസ്ത്രം പലതിനും ബദൽ കണ്ടെത്തിയിട്ടുണ്ട്. മണ്ണുകൊണ്ടും മരം കൊണ്ടും പണ്ടുണ്ടാക്കിയിരുന്ന പലതിനും പകരമായി പിന്നീട് ഇരുമ്പും പ്ലാസ്റ്റിക്കും ഉപയോഗിച്ചു തുടങ്ങി. എന്നാൽ ഏതെങ്കിലും ഒരു കാലത്ത് നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഏതൊരു തലമുറയുടെ കാലത്താകട്ടെ, ഇനി 50 or 100 വർഷം കഴിഞ്ഞ് മനുഷ്യർ ജീവിക്കുന്ന ഈ കാലത്ത് വെള്ളം തീർന്നാൽ അതിന് പകരമായി മനുഷ്യന് കുടിക്കാനും മനുഷ്യന് കുളിക്കാനും അവന് ഉപയോഗിക്കാവുന്ന ഒരു ബദൽ സംവിധാനം ഇന്നുവരെ ശാസ്ത്രത്തിൻ്റെ മുന്നിലുണ്ടോ? ഇല്ല. അതിന് ബദൽ കൊണ്ടുവരാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ചോദിച്ചത്, അതെങ്ങാനും വറ്റിച്ചു കളഞ്ഞാൽ, നിങ്ങളിൽ നാം തിരിച്ചെടുത്താൽ നിങ്ങൾക്കത് ആര് കൊണ്ടുതരുമെന്നാണ്. ഇവിടെ മനുഷ്യൻ പരാജയപ്പെടും, അവൻ എത്ര നിസ്സഹായകനാണ് എന്ന് ബോധ്യപ്പെടും. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ ചോദ്യം അത്രമേൽ പ്രസക്തമാണ് എന്ന് നമ്മൾ ഈ ഖുർആൻ്റെ വാക്യങ്ങളെ മുൻനിർത്തി പറയുന്നത്. ഖുൽ, നബിയെ പറഞ്ഞു കൊടുക്കണം അവർക്ക്, അറഅയ്തും ഇൻ അസ്ബഹ മാഉക്കും ഗൗറാ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നിങ്ങളുടെ വെള്ളം വറ്റിപ്പോയാൽ ആരാണ് നിങ്ങൾക്കൊഴുകുന്ന ഉറവ് വെള്ളം കൊണ്ടുവന്ന് തരിക എന്നത് നമ്മൾ ചിന്തിച്ചു നോക്കണം. ഒന്നുമില്ലാത്ത തെളിഞ്ഞ അന്തരീക്ഷത്തിൽ പിന്നീട് ഇരുണ്ട് തിങ്ങിയ കാർമേഘങ്ങൾ ഒന്നിച്ചു കൂടുന്നത് എങ്ങനെയാണ്? അള്ളാഹു ഉദ്ദേശിച്ചാൽ അവൻ വിചാരിക്കുന്ന സമയത്ത് അവയെ അവൻ സൃഷ്ടിക്കുന്നത് എങ്ങനെയാണ്? കനം കുറഞ്ഞ നേർത്ത മേഘപ്പാളികൾ ഭാരമുള്ള വെള്ളത്തെ ആകാശഭൂമികൾക്കിടയിൽ താങ്ങി നിർത്തുന്നു. അതിനെ അഴിച്ചുവിടാൻ അതിൻ്റെ സൃഷ്ടാവും റബ്ബുമായ അള്ളാഹുവിൻ്റെ തീരുമാനം വന്നു കഴിഞ്ഞാൽ തുള്ളികളായത് പെയ്യുന്നു. ഓരോ തുള്ളികളും അവൻ്റെ യുക്തിയും കാരുണ്യവും താൽപ്പര്യപ്പെടുന്ന വിധം പ്രത്യേക അളവിൽ ഭൂമിയിലേക്ക് പെയ്തിറങ്ങുന്നു. പരസ്പരം കൂടിച്ചേരാതെ വേറിട്ട തുള്ളികളായി പരസ്പരം ക്രമം തെറ്റാതെ ഓരോന്നും അതിന് നിർണയിക്കപ്പെട്ട പാതയിലൂടെ ഭൂമിയിൽ പതിക്കുന്നു. ഓരോ തുള്ളിക്കും നിർണയിക്കപ്പെട്ട സ്ഥലത്ത് അത് ചെന്ന് വീഴുന്നു. അതുപോലെ ഒരു തുള്ളി സൃഷ്ടിക്കുവാനോ ഒരു നിമിഷം പെയ്തിറങ്ങുന്ന മഴത്തുള്ളികളെ എണ്ണി തിട്ടപ്പെടുത്തുവാനോ പടപ്പുകൾ മുഴുവൻ ഒരുമിച്ച് പരിശ്രമിച്ചാലും അത് സാധ്യമാവുകയില്ല.
നമ്മൾ നോക്കൂ പ്രിയമുള്ളവരെ, എത്രമേൽ അത്ഭുതകരമായൊരു പ്രക്രിയയിലൂടെയാണ് ആകാശലോകത്തു നിന്ന് മഴയെ അള്ളാഹു ഭൂമിയിലിറക്കുന്നത്. മനുഷ്യൻ എത്ര നിസ്സഹായനാണ് എന്നും ഈ മഴയിലൂടെ ഒരു സൃഷ്ടാവുണ്ട് എന്ന ബോധ്യത്തിലേക്കും മനുഷ്യനെ കൈപ്പിടിച്ചുയർത്താൻ ഈ അത്ഭുതകരമായ അനുഗ്രഹത്തിലൂടെ, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തത്തിലൂടെ സാധ്യമാകുമെന്നതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. നമ്മൾ ഈ ഭൂമിയിലെ ജീവിതം, ഈ ഐഹിക ജീവിതം നശ്വരവും ക്ഷണികവുമാണ്. വളരെ കുറച്ചു കാലം മാത്രമേ നമ്മൾ ജീവിക്കുന്നുള്ളൂ. പരലോക ജീവിതമാണ് യഥാർത്ഥ ജീവിതമെന്നും പരിശുദ്ധ ഖുർആൻ ധാരാളം സ്ഥലത്ത് പ്രസ്താവിച്ചിട്ടുള്ളതാണ്. നശ്വരമായ ഐഹിക ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം അള്ളാഹു മഴയെ ഉപമിച്ചുകൊണ്ടാണ് വിശദീകരിച്ചത്. നിങ്ങൾ നോക്കൂ, വദരിബ് ലഹും മസലൽ ഹയാത്തിദ് ദുനിയ കമാഇൻ അൻസൽനാഹു മിനസ് സമാഇ فاختلط به نبات الأرض فأصبح حشيما تذروه الرياح وكان الله على كل شيء مقتدرا. അള്ളാഹുവിൻ്റെ പ്രവാചകരെ, മനുഷ്യരുടെ ഭൂമിയിലെ ഐഹിക ജീവിതത്തെക്കുറിച്ച് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. നീ അവർക്ക് ഐഹിക ജീവിതത്തിൻ്റെ ഉപമയെ വിവരിച്ചു കൊടുക്കണം. എങ്ങനെയാണ് വിവരിച്ചു കൊടുക്കേണ്ടത്? നിങ്ങളുടെ ജീവിതം എങ്ങനെയാണ്? കമാഇൻ അൻസൽനാഹു മിനസ് സമാ, ആകാശത്ത് നിന്ന് നാം വെള്ളമിറക്കി, അതുമൂലം ഭൂമിയിൽ സസ്യങ്ങൾ ഇടകലർന്നു വളർന്നു. താമസിയാതെ അത് കാറ്റുകൾ പറത്തിക്കളയുന്ന തുരുമ്പായി തീർന്നു. അതുപോലെയാകുന്നു ഐഹിക ജീവിതം. ജീവിതത്തിൽ കുറേ അനുഗ്രഹങ്ങളുണ്ട്, പക്ഷേ അതുകൊണ്ട് നമ്മളെല്ലാവരും അഹങ്കരിച്ച് ധിക്കരിച്ച് ജീവിക്കേണ്ടവരല്ല. ഒരു വേള, ഒരു പരീക്ഷണം കൊണ്ട് വേണമെങ്കിൽ ഒരു പുൽത്തകിട്, ഒരു ചെടി ശക്തമായ കാറ്റിൽ ഉണങ്ങി തുരുമ്പായി പാറിപ്പോകുന്നത് പോലെ നിങ്ങളുടെ അനുഗ്രഹങ്ങൾ മുഴുവൻ പറത്തിക്കളയാൻ കഴിവുള്ളവനാണ് റബ്ബ്. നശ്വരമാണ് ഈ ജീവിതമെന്ന മഴയെ, വെള്ളത്തെ ഉപമിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ്റെ ഐഹിക ജീവിതത്തെക്കുറിച്ച് കൃത്യമായി ബോധ്യപ്പെടുത്തുകയാണ്. അതുമാത്രമല്ല, വകാനല്ലാഹു അലാ കുല്ലി ഷൈഇൻ മുഖ്തദീറ, മനുഷ്യരായ നമുക്ക് ബോധ്യപ്പെടേണ്ട ഏറ്റവും വലിയ സത്യമാണത്. അള്ളാഹു ഏത് കാര്യത്തിനും കഴിവുള്ളവനാകുന്നു എന്ന്. നമ്മൾ ആലോചിച്ച് നോക്കൂ, മഴയുമായി ബന്ധപ്പെട്ട ധാരാളം അബദ്ധധാരണകൾ മനുഷ്യർക്കിടയിലുണ്ട്. ചില മഹാന്മാർക്കും ദേവന്മാർക്കും മഴ പെയ്യിപ്പിക്കുന്നതിൽ പങ്കുണ്ടെന്ന് ജനങ്ങൾ വിശ്വസിച്ചിരുന്നു. നക്ഷത്രങ്ങളും ഞാറ്റുവേലകളുമാണ് മഴ നൽകുന്നത് എന്ന് കരുതി വരുന്നവരുമുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസിൽ നമുക്ക് കാണാം, അള്ളാഹു ഉപരിലോകത്ത് നിന്ന് ഏതൊരനുഗ്രഹവും ഇറക്കിത്തരുമ്പോൾ ജനങ്ങളിൽ ഒരു വിഭാഗം അതിൽ അവിശ്വസിക്കാതിരുന്നിട്ടില്ല. അള്ളാഹു മഴ വർഷിപ്പിക്കുമ്പോഴും അവർ പറയും, അതിന്ന നക്ഷത്രങ്ങൾ അതിൻ്റെ നിമിത്തം കൊണ്ടാണ് നമുക്ക് മഴ ലഭിച്ചത് എന്ന്. പ്രിയമുള്ളവരെ, ഇത്തരം അന്ധവിശ്വാസങ്ങൾ, ഇത്തരത്തിലുള്ള വിശ്വാസങ്ങൾ മനുഷ്യനെ പരാജയത്തിലേക്ക് നയിക്കും. ഇത്തരം വിശ്വാസങ്ങൾ സൃഷ്ടാവിൻ്റെ അനുഗ്രഹത്തെ നിഷേധിക്കലും ബഹുദൈവ ചിന്തയുമാണ്. മനുഷ്യരായ നമ്മുടെ ജീവിതത്തിൽ ഏകനായ സൃഷ്ടാവിനെ ബോധ്യപ്പെടേണ്ടതുണ്ട്. അതിനുവേണ്ടി ധാരാളം അനുഗ്രഹങ്ങൾ, നിഅമാത്തുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു നിഅമാത്താണ് മഴ, വെള്ളം എന്നുള്ളത്. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് സൃഷ്ടാവിനെ കണ്ടെത്താൻ കഴിയും. മനുഷ്യ ജീവിതത്തിൽ അത്യാദേശിതമായ ഒരു വിഭവമാണ് വെള്ളം. അതിനെ ആകാശത്ത് നിന്ന് ഇറക്കിയതിലും സംരക്ഷിച്ച് നിർത്തുന്നതിലും മനുഷ്യരായ നമുക്ക് യാതൊരു പങ്കുമില്ല. ഇത്രത്തോളം വലിയ അനുഗ്രഹമായ വെള്ളം നൽകിയ സൃഷ്ടാവിനോട് മാത്രം ആരാധനകൾ അർപ്പിക്കുകയും അവനോട് നന്ദി കാണിച്ച് ജീവിക്കുകയും ചെയ്യുക. അത്തരത്തിലുള്ള യഥാർത്ഥ വിശ്വാസിനികളായി നമ്മൾ ജീവിക്കുക. അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.